നമസ്കാരം. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ കോടികളുടെ അഴിമതി നടന്നതായി കണ്ടെത്തൽ. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ദുപ്പട്ട വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. 350 രൂപയുടെ ദുപ്പട്ട വിറ്റത് 1300 രൂപയ്ക്കാണ്. ഇതിനോടകം 54 കോടിയുടെ അഴിമതി നടന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2015 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് വ്യാപകമായ അഴിമതി നടന്നതായി കണ്ടെത്തിയത്. ശുദ്ധമായ മൽബറി സിൽക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന വ്യാജേന പോളിസ്റ്റർ ദുപ്പട്ടകൾ വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ടാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രം ബോർഡ് ചെയർമാൻ BR നായിഡുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വേദനിർവചനം എന്ന പേരിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ആചാരത്തിന് ദുപ്പട്ട ഉപയോഗിക്കുന്നത് പതിവാണ്. മൽബറി സിൽക്ക് കൊണ്ട് നിർമ്മിച്ചതെന്ന വ്യാജേന വില കുറഞ്ഞ പോളിസ്റ്റർ കോൺട്രാക്ടർ ഇവർക്കിടയിൽ വിറ്റഴിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി ക്ഷേത്രത്തിൽ ഇവർ നടത്തുന്ന തട്ടിപ്പിന്റെ ഭാഗമായി 54 കോടിയോളം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. 350 രൂപ മാത്രം വില വരുന്ന ദുപ്പട്ട 1300 രൂപയ്ക്കാണ് വിറ്റത്. 50 കോടിയിലേറെ നഷ്ടം സംഭവിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, BR നായിഡു കൂട്ടിച്ചേർത്തു. ദുപ്പട്ടയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചിരുന്നു. വ്യത്യസ്ത ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ ദുപ്പട്ട വില കുറഞ്ഞ പോളിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് തെളിയുകയായിരുന്നു. നേരത്തെ തിരുപ്പതി ദേവസ്ഥാനത്തിലെ പ്രത്യേക പ്രസാദമായ ലഡു തയ്യാറാക്കാൻ മായം ചേർന്ന നെയ്യ് വാങ്ങിയ സംഭവത്തിന് പിന്നിൽ വമ്പൻ തട്ടിപ്പ് നടന്നതായി CBI പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപയുടെ വഴിവിട്ട ഇടപാടുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തിരുപ്പതി ക്ഷേത്ര ട്രസ്റ്റ് നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തിയത്.